ആയുർവേദത്തിലെ ക്രിയാകൽപ്പം എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ട് കേട്ടോ. നമ്മൾ പഞ്ചകർമ്മ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കണ്ണിന് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് ആണ് ക്രിയാകൽപ്പത്തിൽ വരുന്നത്. ക്രിയാകൽപ്പത്തിൽ വരുന്ന നേത്രപിണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിന്റെ വീഡിയോ ആണ് ഇത്. വിഷൻ ഇഷ്യൂസ്, ബ്ലഡ് വിഷൻ, ഷോർട്ട് സൈറ്റഡ്നെസ്, റിഫ്രാക്റ്റീവ് എറർ, ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഡയബറ്റിക് റെറ്റിനോപ്പതി മാത്രമല്ല നോൺ ഡയബറ്റിക് ആയിട്ടുള്ള റെറ്റിനോപ്പത്തീസിനും ഈ ട്രീറ്റ്മെന്റ് വളരെ ബെനിഫിഷ്യൽ ആണ്. ഒത്തിരി നേരം കമ്പ്യൂട്ടറിൽ ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്യേണ്ട പ്രൊഫഷനിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക്, സ്ക്രീൻ ടൈം ഒക്കെ കൂടുതൽ ഉള്ള ആളുകൾക്കൊക്കെ വരുന്ന കണ്ണിലുണ്ടാവുന്ന ചൊറിച്ചില്, റെഡ്നെസ്, കണ്ണിന് വെള്ളം വരിക, പിന്നെ ഒരുപാട് സൺ എക്സ്പോഷർ കാരണമൊക്കെ വരുന്ന കണ്ണിനുണ്ടാവുന്ന ഡ്രൈനെസ് ഒക്കെ മാറാനായിട്ട് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഈ പറഞ്ഞ എല്ലാ അസുഖത്തിനും വളരെ ബെനിഫിഷ്യൽ ആണ് ഈ ട്രീറ്റ്മെന്റ്. ബട്ട് അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസ് പലതിനും ഡിഫറെന്റ് ആയിരിക്കും. അത് ഓരോ അസുഖം അനുസരിച്ചിട്ടും ഓരോ പേഷ്യന്റിനും അനുസരിച്ചിട്ടും ഒക്കെ അത് വേരി ചെയ്യും. ഓരോ അസുഖം അനുസരിച്ചിട്ട് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്യണതിന്റെ ഡ്യൂറേഷനും മാറും. അസുഖത്തിന്റെ കാലപ്പഴക്കം, ആ വ്യക്തിയുടെ ഏജ്, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ, പിന്നെ ആ പേഷ്യന്റിന്റെ ബോഡി നമ്മുടെ ട്രീറ്റ്മെന്റ് ആയിട്ട് എങ്ങനെ പൊരുത്തപ്പെടുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് എത്ര ദിവസമാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യാൻ. 3 ദിവസം, 5 ദിവസം, 7 ദിവസം ഒക്കെ ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണിത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ക്രിയാകൽപ്പത്തിൽ മറ്റ് ട്രീറ്റ്മെന്റ്സും കൂടിയൊക്കെ ആഡ് ചെയ്ത് ചെയ്യാൻ കേട്ടോ, നല്ല റിസൾട്ട് കിട്ടാനായിട്ട്. ഡോക്ടറും പേഷ്യന്റും വളരെയധികം കെയർഫുൾ ആയിട്ടിരിക്കണം കേട്ടോ ഈ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ. എന്നാലേ വിചാരിച്ച റിസൾട്ട് കിട്ടുള്ളൂ.